പ്രസവം കഴിഞ്ഞതിന് ശേഷം സാഗി ആയിട്ടുള്ള ബ്രസ്റ്റാണ് എനിക്ക്, അല്ലെങ്കിൽ സൈസ് ഭയങ്കര കുറവാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് തൂങ്ങിയിട്ടുമുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉണ്ടാവാൻ പറ്റുന്ന പ്രശ്നമാണ് ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് സർജറിക്ക് വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ വേണ്ടിയിട്ട് പോകാറുണ്ട്. ബ്രസ്റ്റിന് ഇംപ്ലാന്റ് വെച്ച് സൈസ് കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ബ്രസ്റ്റിന് സാഗിങ് ഇല്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ പ്രസവവും കാര്യങ്ങളൊന്നും ഒന്നുമില്ലാതെ സാഗിങ്ങോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഡെഫിനറ്റ്ലി അത് തന്നെ മതിയായിരിക്കും. പക്ഷേ സാഗിങ് ഉള്ള അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ളൊരു ബ്രസ്റ്റിനകത്ത് ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുകയും ചെയ്യും, പക്ഷേ നിപ്പിളിൻ്റെ ലെവൽ വളരെയധികം താഴ്ന്ന് ആ സാഗിങ് കറക്റ്റ് ആവാതെ കിടക്കുകയും ചെയ്യും. രണ്ടാമതൊരു സർജറിക്ക് വേണ്ടിയിട്ട്, സെക്കൻഡറി സർജറിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വരാറുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സർജറിയിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ബ്രസ്റ്റ് ലിഫ്റ്റോട് കൂടിയിട്ടുള്ള എൻലാർജ്മെൻറ്റ് കിട്ടാത്ത കാരണമാണ്. ഇതിനെ ഒരു ഇംപ്ലാന്റ് ബേസ്ഡ് മാസ്റ്റോപെക്സി എന്നല്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ ബ്രസ്റ്റ് ലിഫ്റ്റ് വിത്ത് ഇംപ്ലാന്റ്സും കൂടെ ചെയ്യും. ഇത് രണ്ടും ഒരു കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് സർജറികളാണ്. പക്ഷെ അത് ചെയ്യുന്നത് വളരെയധികം റിസൾട്ടിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത് എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നില്ലേ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്.